ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1907. ഇന്ന് മാർച്ച് മാസം 21-ാം തീയതി. ഈ ആണ്ടിലെ 80-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു നേരിട്ട ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഗ്രാഹ്യമുണ്ടാവണം, തിരിച്ചറിവും ബോധ്യവും ഉണ്ടാവണം. സ്വയം തെരഞ്ഞെടുത്ത ഒരു ദൈവനിയോഗത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ആളാണ് ക്രിസ്തുയേശു. എന്നിട്ടും ഏറെ പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആളുമാണ് യേശു. യേശുവിന്റെ ആന്തരിക സംഘർഷങ്ങൾ സുവിശേഷങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പരീക്ഷകൾ എന്നാണ് പൊതുവെ തലക്കെട്ട്. ആദ്യത്തേതും മൂന്നാമത്തേതും സുവിശേഷങ്ങൾ 4-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം അതുതന്നെയാണ് പറയുക, മരുഭൂമിയിലെ പരീക്ഷകൾ. മർക്കോസിന്റെ സുവിശേഷമാവട്ടെ ആദ്യ അധ്യായത്തിൽ തന്നെ ഒരു 2 വചനങ്ങളിൽ അത് ചുരുക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് പരീക്ഷകൾ? നമ്മുടെ ജീവിതത്തിൽ ഇവ എത്രമാത്രം യാഥാർത്ഥ്യങ്ങളാണ്? എങ്ങനെയാണ് നമ്മളും ഇതിനെയൊക്കെ അതിജീവിക്കുക? മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും വെറുക്കുവാനും കൊലപാതകം ചെയ്യുവാനുമൊക്കെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ സാത്താനാണ്, പിശാചാണ് കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു തരുന്നതാണ് ഈ പരീക്ഷണങ്ങൾ എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കാറുള്ളത്. ഇവയെല്ലാം തന്നെ ഹീനമാണ്, വർജിക്കേണ്ടതുമാണ്. എന്നാൽ യേശു നേരിട്ട പരീക്ഷകൾ, ആന്തരിക സംഘർഷങ്ങൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു ഇവയിൽ നിന്നെല്ലാം. എന്തായിരുന്നു? ഒരു ഉത്തമ മനുഷ്യൻ നേരിട്ട പരീക്ഷകളോ സംഘർഷങ്ങളോ ആയിരുന്നു അവയെല്ലാം. ഒരു ഉത്തമ മനുഷ്യൻ, യേശുവിനെ അനുഗമിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള എല്ലാവരും അഭിമുഖീകരിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ തന്നെയായിരുന്നു അവ. ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കാണ് ഈ ആന്തരിക സംഘർഷങ്ങൾ നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. യേശുവിന് വിശക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യവുമായിരുന്നു. വിശപ്പൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഭക്ഷണമില്ലാതെ വലയുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്കും ബോധ്യമുണ്ട്. എല്ലാ ദിവസവും അവർ പട്ടിണിയിലാണ്. ഈ അടിസ്ഥാന ആവശ്യത്തിന്റെ നേരെയാണ്. ഈ അടിസ്ഥാന ആവശ്യം നേരിടുന്നിടത്ത് ഉടലെടുക്കാൻ സാധ്യതയുള്ള ചില സംഘർഷങ്ങളാണ് യേശുവിനുണ്ടായ ആദ്യത്തെ ആന്തരിക പരിശോധന. വിശക്കുന്നില്ലേ എന്ന് ചോദിച്ച് സൗഹൃദഭാവത്തിൽ അടുത്തെത്തിയ പിശാച്, നീ ദൈവപുത്രനാണല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കല്ലുകളൊക്കെ അപ്പമായി മാറും. അപ്പം ശാരീരികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പം വേണ്ടെന്നല്ല, അതിനോടുള്ള നമ്മുടെ മനോഭാവം, അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഏതറ്റം വരെയും എങ്ങനെയൊക്കെയും പോകുന്നു എന്നതിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ടെന്ന് ക്രിസ്തുയേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.